ഏതാണ്ട് 68 ദിവസക്കാലം നീണ്ടുനിന്ന തീർത്ഥാടനമാണ് മണ്ഡല കാലഘട്ടത്തിലും മകരവിളക്ക് കാലഘട്ടത്തിലുമായി ശബരിമലയിൽ നടന്നത്. ആകെ എത്തിച്ചേർന്ന ഭക്തർ 53,09,906 പേര്. അതിൽ സ്പോട്ട് ബുക്കിങ്ങിൽ 10,03,305 പേര് വന്നിരിക്കും. നമുക്ക് ഈ വർഷം കൂടുതലായി എത്തിച്ചേർന്ന തീർത്ഥാടകർ 6,32,308 പേരാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതലായി തീർത്ഥാടകർ എത്തിച്ചേർന്നത്. നമുക്ക് വരുമാനമെടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം 360 കോടി രൂപയായിരുന്നു. ഈ വർഷം 440 കോടി രൂപ വന്നിരിക്കുന്നു. അപ്പോൾ 80 കോടി രൂപ അധികം വന്നിരിക്കുന്നു പിന്നിട്ട വർഷത്തേക്കാൾ. ഇനി ഇതിൽ നമുക്ക് മണ്ഡല മകരവിളക്ക് മഹോത്സവം സംഘടിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ഭംഗിയായി ഫലപ്രദമായി ഈ തീർത്ഥാടനം മാറിത്തീരുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവിടുത്തെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ചില സന്നദ്ധ സംഘടനകളും ഒപ്പം കോടതിയും ഉൾപ്പെടെ ഈ പ്രശ്നങ്ങളിൽ പൊതുവായി എടുത്ത നിലപാടുകൾ ഒരു ടീം വർക്കായി രൂപാന്തരപ്പെടാൻ ഇടവന്ന് എല്ലാ മേഖലയിലും കാലേകൂട്ടി ആരംഭിച്ച പ്രവർത്തനങ്ങൾ വിജയം കണ്ടു എന്നുള്ളതാണ് പൊതുവിൽ ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്ന നിഗമനം. ഏതാണ്ട് 2024 ജൂലൈ മാസത്തിൽ തന്നെ ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിരുന്നു. അത് മുൻവർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങി എന്നാണ് ഇതിൻ്റെ അർത്ഥം. തിരുവനന്തപുരത്ത് തന്നെ ദർബാർ ഹാളിൽ കേന്ദ്രീകരിച്ച മീറ്റിങ്ങിന് തുടക്കം കുറിച്ചു. പമ്പയിലും സന്നിധാനത്തിലും ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ സന്ദർശനം നടത്തി അവലോകന യോഗങ്ങൾ അവിടെ തുടങ്ങിയിരുന്നു. പിന്നീട് കേന്ദ്രീകരിച്ച മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ ആദ്യം മുതൽ തന്നെ ഞങ്ങൾക്ക് നൽകിയിരുന്നു. 2 ഘട്ടങ്ങളിൽ അദ്ദേഹം തന്നെ ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. അത്തരത്തിൽ പൊതുവിലുള്ള ഞങ്ങളുടെ അവലോകന യോഗങ്ങളും മുന്നൊരുക്കങ്ങളും പിന്നീട് ഇടത്താവളങ്ങളിലെല്ലാം കേന്ദ്രീകരിച്ച് നടക്കുകയുണ്ടായി. വൈക്കത്താണെങ്കിൽ, ഏറ്റുമാനൂരാണെങ്കിൽ, കടപ്പാട്ടൂരാണെങ്കിൽ, എരുമേലിയിലാണെങ്കിൽ, അതേപോലെ തന്നെ ചെങ്ങന്നൂരാണെങ്കിൽ, പന്തളത്താണെങ്കിൽ, പുനലൂരാണെങ്കിൽ, പിന്നീട് പത്തനംതിട്ട, പമ്പ, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മാറി മാറി ഞങ്ങൾ ഓരോ സങ്കേതങ്ങളിലും ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം വിജയം കണ്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പോരായ്മ എന്തായിരുന്നുവെന്ന് ആ കാലഘട്ടത്തിൽ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതെല്ലാം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ സ്ഥലത്തെ ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതെല്ലാം ഈ വർഷം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങളെടുത്ത് ഒന്ന് ഗതാഗത യോഗ്യമാക്കി മുഴുവൻ റോഡുകളും മാറ്റി തീർക്കുന്ന ആദ്യത്തെ പ്രക്രിയ ആരംഭിച്ചു. രണ്ടാമതായി ആവശ്യത്തിന് ജലം ലഭിക്കാൻ ഇടവരുത്തക്ക സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയായി ബന്ധപ്പെട്ട് ആ വകുപ്പിൽ നിന്നുള്ള ഇടപെടൽ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായി. റവന്യൂവുമായി ബന്ധപ്പെട്ട് അവരേതെല്ലാം മേഖലകളിലാണോ ശ്രദ്ധിക്കേണ്ടത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അത്തരം കാര്യങ്ങളിൽ അവർ ശ്രദ്ധിച്ച് മുന്നോട്ട് വന്നിരുന്നു.